ഈശോ യൂദാസ് കറിയോത്തിയെയും തോമാസിനെയും കണ്ടുമുട്ടുന്നു. തീക്ഷ്ണമതിയായ സൈമനെ സുഖപ്പെടുത്തുന്നു. ഈശോയും ശിഷ്യന്മാരും വരുന്നത് ഞാൻ കാണുന്നു. ഇന്ന് കഴിഞ്ഞ ദിവസവും യൂദാ തദ്ദേവുസിനെ ഞാൻ കണ്ടിട്ടില്ല. ഈശോയോടൊപ്പം ജെറുസലത്ത് വരാൻ താല്പര്യം കാട്ടിയവനാണവൻ. പെസഹ തിരുനാൾ ഇനിയും അവസാനിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. നഗരത്തിൽ ധാരാളം ആളുകളുണ്ട്. സമയം വൈകി. എല്ലാവരും വീടുകളിലേക്ക് പോകാനുള്ള തിടുക്കത്തിലാണ്. ഈശോ തൽക്കാലം താമസിക്കുന്ന വീട്ടിലേക്ക് നടക്കുകയാണ്. അവസാനത്തെ അത്താഴം നടന്ന വീടല്ല ഇത്. അത് പട്ടണത്തിലാണ്. നഗരത്തിന് ചുറ്റുമുള്ള മതിലിൽ നിന്ന് അധികം അകലെയല്ല ഈ വീട്. ഇത് ശരിക്കും ഒരു നാട്ടുംപുറത്തെ വീടാണ്. വീടിന് ചുറ്റും ഒലിവ് മരങ്ങളുണ്ട്. വീട്ടുമുറ്റത്തു നിന്ന് നോക്കിയാൽ കുന്നിൻ്റെ ചെരിവിൽ തട്ടുതട്ടായി വളരുന്ന ഒലിവ് വൃക്ഷങ്ങൾ കാണാം. അങ്ങു താഴെ താഴ്വരയിൽ ഒഴുകുന്ന ഒരു തോട് വരെ ഒലിവ് വൃക്ഷങ്ങളാണ്. തോട്ടിലധികം വെള്ളമില്ല. രണ്ട് കുന്നുകളുടെ ഇടയ്ക്ക് കൂടെയാണ് തോടൊഴുകുന്നത്. ഒരു കുന്നിൻ്റെ ഉച്ചിയിലാണ് ദേവാലയം. മറ്റേ കുന്നിൻ്റെ മുകൾ ഭാഗം വരെ ഒലിവ് വൃക്ഷങ്ങളേ ഉള്ളൂ. ഈ രണ്ടാമത്തെ കുന്നിൻ്റെ ചെരിവ് തുടങ്ങുന്നിടത്താണ് ഈശോയെ കാണുന്നത്. കുന്നു കയറുന്നത് കുത്തനെയല്ല, എങ്ങും പ്രശാന്തത. ജോൺ, നിന്റെ ചങ്ങാതിയെ കാത്ത് രണ്ടാളുകൾ നിൽപ്പുണ്ട്. പ്രായമായ ഒരാളാണത് പറയുന്നത്. ഒന്നുകിൽ കൃഷിക്കാരൻ, അല്ലെങ്കിൽ ഒലിവ് തോട്ടത്തിൻ്റെ ഉടമ. ജോണിന് നേരത്തെ പരിചയമുണ്ടെന്ന് തോന്നുന്നു. അവർ എവിടെ? അവർ ആരാണ്? എനിക്കറിഞ്ഞുകൂടാ. ഒരാൾ യൂദയായിൽ നിന്നാണെന്ന് തീർത്ത് പറയാം. മറ്റേയാൾ എനിക്കറിയില്ല, ഞാൻ ചോദിച്ചില്ല. അവർ എവിടെ? അടുക്കളയിൽ. അവർ കാത്തിരിക്കുകയാണ്. ഇവരെ കൂടാതെ വേറൊരാൾ കൂടിയുണ്ട്. അയാളുടെ ദേഹം മുഴുവൻ വ്രണമാണ്. അയാളോട് കുറച്ച് മാറി നിൽക്കാൻ ഞാൻ പറഞ്ഞു. അയാൾക്ക് കുഷ്ഠമാണോ എന്ന് എനിക്ക് സംശയം. ദേവാലയത്തിൽ പ്രസംഗിച്ച പ്രവാചകനെ കാണണമെന്ന് അയാൾ പറയുന്നു. ഇതുവരെ നിശബ്ദനായിരുന്ന ഈശോ പറഞ്ഞു, നമുക്കാദ്യം അയാളെ പോയി കാണാം. മറ്റു രണ്ടുപേരോടും വേണമെങ്കിൽ അങ്ങോട്ട് വരാൻ പറയൂ. ഒലിവ് തോട്ടത്തിൽ വെച്ച് ഞാൻ അവരോട് സംസാരിക്കാം. ഇത്രയും പറഞ്ഞിട്ട് ഈശോ വ്രണമുള്ളവൻ നിന്നിരുന്ന സ്ഥലത്തേക്ക് പോയി. ഞങ്ങൾ എന്തു ചെയ്യണം? പത്രോസ് ചോദിച്ചു. വേണമെങ്കിൽ എൻ്റെ കൂടെ പോരൂ. ഒരു ഇടക്കയ്യാലയിൽ ചാരി തോട്ടത്തിൻ്റെ അതിർത്തിയിൽ ഒരാൾ നിൽപ്പുണ്ട്. കഴുത്തിന് ചുറ്റും തുണി ചുറ്റിയിട്ടുണ്ട്. തോടിൻ്റെ ഓരം ചേർന്നുള്ള വഴിയേ ആയിരിക്കണം അയാൾ ഇവിടെ എത്തിയത്. ഈശോ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ അയാൾ വിളിച്ചു പറഞ്ഞു, തിരിച്ചു പോകൂ, എന്നോട് കനിവ് തോന്നണമേ. ഇത്രയും പറഞ്ഞിട്ട് അയാളുടെ കുപ്പായം താഴെയിട്ട് തൻ്റെ ശരീരം പുറത്തു കാട്ടി. അയാളുടെ മുഖത്ത് കുത്തുകുത്തായ വ്രണങ്ങളാണ്. ഉടൽ ഒറ്റ വ്രണമാണ്. ചില വ്രണങ്ങൾ പഴുത്തു കുഴിഞ്ഞിരിക്കുന്നു. ചിലത് തീ പൊള്ളിയതുപോലുണ്ട്. ചിലത് വെളുത്തു തിളങ്ങുന്നു. അവയുടെ മുകളിൽ ലോലമായ കണ്ണാടിച്ചില്ല് വെച്ചിട്ടുള്ളതുപോലെ തോന്നും. നീ കുഷ്ഠരോഗിയാണോ? ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? എന്നെ ശപിക്കരുതേ, എന്നെ കല്ലെറിയരുതേ. കഴിഞ്ഞ ദിവസം ദൈവത്തിൻ്റെ സ്വരമായും അനുഗ്രഹത്തിൻ്റെ ദാതാവായും നീ സ്വയം വെളിപ്പെടുത്തിയെന്ന് ആളുകൾ പറയുന്നു. നിന്റെ അടയാളം ഉയർത്തി എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുമെന്നും അങ്ങ് പറഞ്ഞതായി കേട്ടു. ദയവായി ആ അടയാളം എൻ്റെ മേൽ ഉയർത്തുക. ഞാൻ അങ്ങ് അകലെയുള്ള കുഴിമാടങ്ങളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഒരു പാമ്പിനെ പോലെ ചെടികൾക്കിടയിലൂടെ ഇഴഞ്ഞിഴഞ്ഞാണ് ഞാൻ തോടുവരെ എത്തിയത്. ഇരുട്ടാകുന്നതുവരെ ഞാൻ ഇവിടെ ഒളിച്ചിരുന്നു. ഇരുട്ടത്ത് ഞാൻ ആരാണെന്ന് എളുപ്പം പിടികിട്ടില്ലല്ലോ. ഈ മനുഷ്യനെ, ഈ വീടിൻ്റെ ഉടമസ്ഥനെ ഞാൻ കണ്ടുമുട്ടി. അയാൾ നല്ലവനാണ്. അയാൾ എന്നെ കൊന്നില്ല. ആ ചെറിയ മതിലിൻ്റെ അടുത്ത് അവിടെ നിന്നോളൂ. എന്നോട് കരുണ തോന്നണമേ. ഈശോ തനിയെ അവൻ്റെ സമീപത്തേക്ക് പോയി. 6 ശിഷ്യന്മാരും വീട്ടുടമയും പുതുതായി വന്ന 2 അപരിചിതരും അങ്ങകലെ അറച്ചു നിൽക്കുകയാണ്. ഇത് കണ്ട് രോഗി വിളിച്ചു പറഞ്ഞു, എൻ്റെ അടുത്ത് വരരുത്, ഈ രോഗം പകരുന്നതാണ്. ഈ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് ഈശോ മുമ്പോട്ട് നീങ്ങി. കാരുണ്യം നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് അവനെ നോക്കി. അയാൾ കരഞ്ഞു തുടങ്ങി. മുട്ടിൽ നിന്ന് തല കുനിച്ച് തേങ്ങിക്കരഞ്ഞു. നിന്റെ അടയാളം, നിന്റെ അടയാളം. സമയമാകുമ്പോൾ ആ അടയാളം ഉയർത്തപ്പെടും. ഇപ്പോൾ ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിൽക്കൂ, സുഖം പ്രാപിക്കൂ. ഇതെൻ്റെ ആജ്ഞയാണ്. എന്നെ തിരിച്ചറിയുന്നതിന് ഈ പട്ടണത്തിന് നൽകുന്ന അടയാളം നീ ആയിരിക്കട്ടെ. എഴുന്നേൽക്കൂ, ഞാനാണ് പറയുന്നത്, ഇനി പാപം ചെയ്യരുത്. അങ്ങനെ ദൈവത്തോട് നന്ദി കാണിക്കണം. ആ മനുഷ്യൻ മെല്ലെ എഴുന്നേൽക്കുന്നു.
മൃതദേഹം അതിനെ പൊതിയുന്ന മൂടുപടത്തിൽ നിന്നെന്ന പോലെ മൃദുലമായ നീണ്ട പുൽക്കൊടികൾക്കിടയിൽ നിന്നും അയാൾ പുറത്തു വന്നു. അയാളിതാ സുഖം പ്രാപിച്ചിരിക്കുന്നു. ദിനാന്ത്യത്തിലുള്ള അരണ്ട വെളിച്ചത്തിൽ അയാൾ തൻ്റെ ശരീരം നോക്കി കണ്ടു. താൻ സുഖം പ്രാപിച്ചിരിക്കുന്നു. അയാൾ ഉച്ചത്തിൽ ആർത്തു വിളിച്ചു, എൻ്റെ കുഷ്ഠരോഗം മാറി. അങ്ങേക്ക് വേണ്ടി ഞാൻ ഇനി എന്തു ചെയ്യണം? നിയമം വിധിച്ചിരിക്കുന്നതെന്തോ അത് നീ ചെയ്യണം. പുരോഹിതനെ പോയി കാണുക, ഭാവിയിൽ നന്മ ചെയ്യുക. പൊയ്ക്കൊള്ളൂ. അയാൾ ഈശോയുടെ പാദത്തിൽ വീണു നമസ്കരിക്കാനൊരുങ്ങി. പക്ഷെ അയാൾ ഓർത്തു, നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ താനിപ്പോഴും കുഷ്ഠരോഗിയാണ് എന്ന്. അയാൾ സ്വയം നിയന്ത്രിച്ചു. സ്വന്തം കരങ്ങൾ ചുംബിച്ചിട്ട് ഈശോയ്ക്ക് അകലെ നിന്ന് സ്വസ്തി പറഞ്ഞിട്ട് അയാൾ കരയുകയാണ്. അയാൾ കരയുന്നത് സന്തോഷം കൊണ്ടാണ്. മറ്റുള്ളവർ അത്ഭുതം കൊണ്ട് സംസാരശേഷി നഷ്ടപ്പെട്ടവരെ പോലെ നിന്നു. ഈശോ സുഖം പ്രാപിച്ചവനിൽ നിന്നും തിരിഞ്ഞ് അവരെ നോക്കി പുഞ്ചിരിച്ചു. അവരെ വിളിച്ചുണർത്തി. ഈ മനുഷ്യൻ്റെ കുഷ്ഠം ശരീരത്തെ മാത്രമേ ബാധിച്ചിരുന്നുള്ളൂ. ഹൃദയത്തിൻ്റെ കുഷ്ഠം മാറുന്നതും നിങ്ങൾ കാണും. അപരിചിതരായ 2 പേരോട് ഈശോ ചോദിച്ചു, നിങ്ങളാണോ എന്നെ കാണണമെന്ന് പറഞ്ഞത്? നിങ്ങൾ ആരാണ്? കഴിഞ്ഞ ദിവസം ഞങ്ങൾ അങ്ങയുടെ പ്രസംഗം കേട്ടു, ദേവാലയത്തിൽ ചെയ്ത പ്രസംഗം. അങ്ങയെ ഞങ്ങൾ നഗരത്തിൽ അന്വേഷിച്ചു. അങ്ങ് ഇവിടെയാണ് താമസിക്കുന്നതെന്ന് അങ്ങയുടെ ഒരു ബന്ധു പറഞ്ഞു. നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? അങ്ങയെ പിന്തുടരാൻ. അങ്ങ് അനുവദിക്കുമെങ്കിൽ അങ്ങയുടെ വാക്കുകൾ സത്യത്തിൻ്റെ വാക്കുകളാണ്. എന്നെ പിന്തുടരാനോ? ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അറിഞ്ഞുകൂടാ. അങ്ങ് മഹത്വത്തിലേക്കാണ് പോകുന്നതെന്ന് ഉറപ്പാണ്. അത് ശരി തന്നെ. പക്ഷേ അത് ഈ ലോകത്തിൻ്റെ മഹത്വമല്ല, സ്വർഗീയ മഹത്വത്തിലേക്കാണ് ഞാൻ പോകുന്നത്. ത്യാഗത്തിലൂടെയും പുണ്യകർമ്മങ്ങളിലൂടെയും കീഴടക്കേണ്ട ഒന്നാണത്. നിങ്ങൾ എന്തിനാണ് എന്നെ പിന്തുടരാൻ ആഗ്രഹിക്കുന്നത്? ഈശോ അവരോട് ചോദിച്ചു. അങ്ങയുടെ മഹത്വത്തിൽ പങ്കാളികളാകാൻ. സ്വർഗീയ മഹത്വത്തിൽ? അതെ, സ്വർഗീയ മഹത്വത്തിൽ തന്നെ. ആർക്ക് വേണമെങ്കിലും എത്തിച്ചേരാവുന്ന ഒരു സ്ഥലമല്ല സ്വർഗം. അവിടെ എത്താൻ ആഗ്രഹിക്കുന്നവരെ കുരുക്കിൽ വീഴ്ത്താൻ മാമോൻ അഥവാ ധനമോഹം മറ്റാർക്കു വേണ്ടിയും ഒരുക്കാത്തതിൽ കൂടുതൽ കെണികൾ ഒരുക്കിയിട്ടുണ്ട്. നല്ല തൻ്റെയിടവും ധൈര്യവുമുള്ളവർക്ക് ഈ പരീക്ഷണത്തെ അതിജീവിക്കാനാകൂ. നമ്മിൽ തന്നെയുള്ള ശത്രുവിനെതിരായി നിരന്തരം പോരാടുക. ഈ ലോകത്തിനെതിരായി പോരാടുക. പിശാചിനെതിരായി പോരാടുക. ഇതെല്ലാമാണ് എന്നെ പിന്തുടരുക എന്ന് പറയുന്നതിനർത്ഥം. നിങ്ങൾക്കെൻ്റെ അനുയായികളാകണമെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? എന്തുകൊണ്ട്? ഞങ്ങളുടെ അന്തരാത്മാവിനെ അങ്ങ് കീഴടക്കി കഴിഞ്ഞു. അന്തരാത്മാവിൻ്റെ ആഗ്രഹമാണ്, ദാഹമാണ് അങ്ങയെ പിന്തുടരണമെന്നത്. അങ്ങ് പരിശുദ്ധനാണ്, ശക്തിമാനാണ്. അങ്ങയുടെ ചങ്ങാതിമാരാകാൻ ഞങ്ങൾക്ക് മോഹം. ചങ്ങാതിമാർ? ഈശോ നിശബ്ദനായിരുന്നു. ദീർഘശ്വാസം വിട്ടു. ഈ സമയം അത്രയും സംസാരിച്ചിരുന്ന യുവാവിനെ സൂക്ഷിച്ചു നോക്കി. അവൻ തൻ്റെ മേലങ്കി തലയിൽ നിന്നും മാറ്റിയിരിക്കുന്നു. അത് കറിയോത്തുകാരൻ യൂദാസാണ്. നീ ആരാണ്? സാധാരണക്കാരുടേതിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ നിന്റെ ഭാഷ. അതിന് ഓജസ്സുണ്ട്. ഞാൻ യൂദാസാണ്, സീമോൻ്റെ മകൻ യൂദാസ്. കറിയോത്താണ് എൻ്റെ നാട്. ഞാൻ ദേവാലയത്തിൻ്റെ ആളാണ്. യഹൂദന്മാരുടെ രാജാവ് വരുന്നത് സ്വപ്നം കാണുന്നവനാണ് ഞാൻ. രാജാവിൻ്റെ വരവിന് ഞാൻ കാത്തിരിക്കുന്നു. അങ്ങൊരു രാജാവിനെ പോലെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അങ്ങയുടെ ആംഗ്യങ്ങൾ രാജോചിതമാണ്. എന്നെയും അങ്ങയുടെ കൂടെ കൊണ്ടുപോകൂ. നിന്നെ കൂടെ കൊണ്ടുപോകാനോ? ഇപ്പോഴോ? ഉടനെ? അത് വേണ്ട. ഗുരു, എന്തുകൊണ്ട് അങ്ങ് ഉടനെ എന്നെ സ്വീകരിക്കുന്നില്ല? ഇങ്ങനെയുള്ള ദുർഘടം പിടിച്ച വഴി നടക്കാൻ തുടങ്ങും മുമ്പ് നീ ഒരാത്മപരിശോധന നടത്തണം. അതാണ് നല്ലത്. എൻ്റെ ആത്മാർത്ഥതയിൽ അങ്ങേക്ക് വിശ്വാസമില്ലേ? അതാണ് പ്രശ്നം. ഇപ്പോഴത്തെ ചൂടിൽ നീ ഇത് പറയുന്നു. ഈ ചൂട് എത്ര കാലം നിലനിൽക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. യൂദാസേ, നീ ഈ കാര്യത്തെപ്പറ്റി ഗാഢമായി ചിന്തിക്കൂ. ഇപ്പോൾ ഞാൻ യാത്ര പുറപ്പെടുകയാണ്. പെന്തക്കോസ്തുക്ക് ഞാൻ മടങ്ങി വരും. നീ ദേവാലയത്തിലുണ്ടെങ്കിൽ അവിടെ വെച്ച് നമുക്ക് കാണാം. നീ ഒരു ആത്മപരിശോധന നടത്തൂ. നീ ആരാണ്? അങ്ങയെ അന്ന് കാണാനിടയായ ഒരാൾ. എനിക്കുമുണ്ട് അങ്ങയുടെ കൂടെ വരാൻ മോഹം. പക്ഷെ ഇപ്പോൾ അങ്ങ് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് പേടി തോന്നുന്നു.
രണ്ടു കഴിവുകളെ പറ്റിയുള്ള അമിതമായ വിശ്വാസം നാശത്തിലേക്ക് നയിക്കും. ഭയം ഒരു തടസ്സമാകും. എന്നാൽ എളിമയിൽ നിന്നുണ്ടാകുന്ന ഭയം പ്രയോജനകരമാണ്. ഭയപ്പെടേണ്ട. ഈ കാര്യത്തെപ്പറ്റി ഗാഢമായി ആലോചിച്ചു നോക്കൂ, ചിന്തിച്ചു നോക്കൂ. ഞാൻ തിരിച്ചു വരുമ്പോൾ. ഗുരു, അങ്ങ് അത്യന്തം പരിശുദ്ധനാണ്. അങ്ങയുടെ കൂടെ നടക്കാൻ എനിക്ക് അർഹതയില്ല എന്നാണ് എൻ്റെ ഭയം. വേറൊന്നുമില്ല. എനിക്ക് അങ്ങയോടുള്ള സ്നേഹത്തെപ്പറ്റി സംശയമൊന്നുമില്ലാത്തതുകൊണ്ട്. നിന്റെ പേരെന്താണ്? തോമസ് ദിദിമൂസിൽ നിന്ന്. നിന്റെ പേര് ഞാൻ മറക്കില്ല. സമാധാനമായി പോകൂ. അവരെ പറഞ്ഞയച്ചിട്ട് ഈശോ തൻ്റെ ആതിഥേയൻ്റെ വീട്ടിൽ പ്രവേശിച്ചു. അത്താഴത്തിന് സമയമായി. ഈശോയുടെ കൂടെ ഉണ്ടായിരുന്ന 6 ശിഷ്യന്മാർക്കും ചോദിക്കാനും അറിയാനും ഏറെ കാര്യങ്ങളുണ്ട്. ഗുരു, അങ്ങ് എന്താണ് ആ 2 പേരോടും 2 രീതിയിൽ പെരുമാറിയത്? അങ്ങയുടെ പെരുമാറ്റം ഒരേ രീതിയിലായിരുന്നില്ല. എന്നാൽ 2 പേർക്കും ഒരേ ആഗ്രഹമാണ് ഉണ്ടായിരുന്നത്. ഇത് പറഞ്ഞത് ജോണാണ്. ചങ്ങാതി, ഒരേ മോഹം, ഒരേ ചൂട്. പക്ഷെ അത് പുറപ്പെടുവിക്കുന്ന ഫലം രണ്ടാകാം. 2 പേർക്കും എൻ്റെ കൂടെ വരാൻ ആഗ്രഹം തോന്നി. എന്നാൽ 2 പേരുടെയും ലക്ഷ്യം ഒന്നായിരുന്നില്ല. കുറ്റവും കുറവുമുള്ളവൻ എന്ന് വിചാരിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ കൂടുതൽ പരിപൂർണൻ. അയാൾക്ക് മാനുഷികമായ മഹത്വം നേടണമെന്ന് മോഹമല്ല. അയാൾ എന്നെ സ്നേഹിക്കുന്നു. അതിനു വേറെ ലക്ഷ്യമൊന്നുമില്ല. അതുകൊണ്ട് നേട്ടമുണ്ടാകണമെന്ന് ആഗ്രഹമില്ല. ഞാനും അങ്ങനെയാണ് അങ്ങയെ സ്നേഹിക്കുന്നത്. ഞാനും. അതെനിക്കറിയാം. നിങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങനെയുള്ളവരാണെന്ന് എനിക്കറിയാം. ഞങ്ങൾ പുണ്യപൂർണത പ്രാപിച്ചു കഴിഞ്ഞു. ഇല്ല. നിങ്ങളും തോമസിനെ പോലെ സ്നേഹിക്കാനുള്ള ആഗ്രഹം വെച്ച് പുലർത്തിയാൽ, അതിൽ സ്ഥിരമായി നിന്നാൽ പൂർണ്ണത കണ്ടെത്തും. പൂർണ്ണത, സുഹൃത്തുക്കളെ, ദൈവത്തിനല്ലാതെ പൂർണ്ണത ആർക്കെങ്കിലുമുണ്ടോ? ഗുരു, അങ്ങേക്കുണ്ട്. നിങ്ങൾ എന്നെ പ്രവാചകനായാണ് കാണുന്നതെങ്കിൽ ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, ഞാൻ സ്വയം പരിപൂർണത ഉള്ളവനല്ല. ഒരു മനുഷ്യനും പരിപൂർണനല്ല. എന്നാൽ ഞാൻ പരിപൂർണനാണ്. കാരണം നിങ്ങളോട് സംസാരിക്കുന്ന ഈ ഞാൻ പിതാവിൻ്റെ വചനമാകുന്നു, ദൈവത്തിൻ്റെ അംശം. പിതാവിൻ്റെ ചിന്തയാണ് വചനമാകുന്നത്. എനിക്ക് എന്നിൽ തന്നെ പരിപൂർണതയുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ വചനമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ എൻ്റെ പരിപൂർണതയിലും നിങ്ങൾ വിശ്വസിക്കണം. എങ്കിലും മനുഷ്യപുത്രൻ എന്ന് വിളിക്കപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ മനുഷ്യൻ്റെ ലോകത്തേക്ക് ഇറങ്ങി വന്ന് മാനുഷികമായ എല്ലാ ബലഹീനതകളും ദുഃഖങ്ങളും പേറുന്നു. അതെൻ്റെ ആദ്യത്തെ കഴുമരമാണ്. ഞാൻ അവയെ ഏറ്റെടുത്ത് അവയെ ഇല്ലാതാക്കുന്നു. എന്നാൽ അവ എന്നെ പങ്കിലമാക്കുന്നില്ല. ഈ പാപസഞ്ചയം എന്തൊരു ഭാരമാണ്! എങ്കിലും ഞാൻ സന്തോഷത്തോടെ അത് ചുമക്കുന്നു. ഞാൻ മനുഷ്യപുത്രനായതുകൊണ്ട് ഈ പാപഭാരം ചുമന്നു മാറ്റി മനുഷ്യരെ വീണ്ടും ദൈവത്തിൻ്റെ മക്കളാക്കും. ഈ വിചാരം എന്നെ സന്തുഷ്ടനാക്കുന്നു. മനുഷ്യർ വീണ്ടും ദൈവത്തിൻ്റെ മക്കളാകുമ്പോൾ സൃഷ്ടിയുടെ 1-ാം ദിവസം പോലെയിരിക്കും. വളരെ ശാന്തമായ സ്വരത്തിലാണ് ഈശോ സംസാരിക്കുന്നത്. മേശയുടെ മുമ്പിലിരുന്നിട്ട് കൈകൊണ്ട് ആംഗ്യം കാട്ടുന്നു. തല ഒരു വശത്തേക്ക് അല്പം ചെരിച്ചാണ് പിടിച്ചിരിക്കുന്നത്. മേശപ്പുറത്ത് വെച്ചിട്ടുള്ള ചെറിയൊരു എണ്ണവിളക്ക് ഈശോയുടെ മുഖത്തെ പ്രകാശമാനമാക്കുന്നു. ആ മന്ദസ്മിതത്തിൽ ശാന്തത തുളുമ്പുന്നു. ഗാംഭീര്യത്തോടെ പ്രബോധനം നൽകിയ ഈശോ ഇപ്പോൾ ഒരുറ്റ തോഴനെ പോലെയാണ് സംസാരിക്കുന്നത്. സ്വരവും ആംഗ്യവും സൗഹൃദത്തിൻ്റെതാണ്. പറയുന്നതെല്ലാം ശിഷ്യന്മാർ ശ്രദ്ധിച്ചു കേൾക്കുന്നു. ഗുരു, അങ്ങ് താമസിക്കുന്നത് എവിടെയാണ് എന്നറിയാമായിരുന്നിട്ടും അങ്ങയുടെ സഹോദരൻ യൂദ എന്താണ് വരാതിരിക്കുന്നത്? പ്രിയപ്പെട്ട പത്രോസേ, ഞാൻ പണിതുയർത്താൻ പോകുന്ന കെട്ടിടത്തിൻ്റെ കല്ലുകളിലൊന്നാണ് നീ. ആദ്യത്തെ കല്ല്. എല്ലാ കല്ലുകളും എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്നവയല്ല. പ്രോട്ടോറിയോ കൊട്ടാരത്തിലെ വെണ്ണക്കല്ലുകൾ കണ്ടിട്ടില്ലേ? മലയിൽ നിന്നും കുഴിച്ചെടുത്ത് ചെത്തിമിനുക്കി ഏറെ പാടുപെട്ടാണ് അവയെ കെട്ടിടത്തിന് ഉപയോഗിക്കുന്ന രൂപത്തിലാക്കിയത്. ഇപ്പോൾ അവ കൊട്ടാരത്തിൻ്റെ ഭാഗമായി. ക്രീഡോനരുവിയിൽ നിലാവിൽ തെളിഞ്ഞു കാണുന്ന കല്ലുകൾ നോക്കൂ. അവ സ്വയം തോടിൻ്റെ അടിയിലെത്തി. ആരെങ്കിലും അവയെ പെറുക്കിയെടുക്കാൻ ചെന്നാൽ
അവ പെറുക്കുന്നില്ല. എൻ്റെ സഹോദരൻ മലയിൽ മണ്ണിനടിയിൽ കിടക്കുന്ന കല്ലുപോലെയാണ്. അവനെ അവിടെ തന്നെ തളച്ചിടാൻ അവൻ്റെ കുടുംബാംഗങ്ങൾ ശ്രമിക്കുന്നു. കുഴിച്ചെടുത്ത് ഉപയോഗിക്കാൻ ഞാനും. എനിക്ക് ആ തോട്ടിലെ കല്ലുകളെ പോലെ തന്നെ ആകാനാണിഷ്ടം. അങ്ങേക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് കൂടെ പോരാൻ ഞാൻ തയ്യാറാണ്. വീടും ഭാര്യയും മീൻപിടുത്തവും സഹോദരന്മാരും എല്ലാം ഗുരു. അങ്ങേക്ക് വേണ്ടി ഞാൻ സർവവും ഉപേക്ഷിക്കാൻ തയ്യാറാണ്. പത്രോസേ, അതെനിക്കറിയാം. അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്. യൂദാസും എൻ്റെ കൂടെ വരും. ആര്? കറിയോത്തിൽ നിന്നുള്ള യൂദാസോ? എനിക്കവനെ അത്ര പിടിച്ചില്ല. അവനൊരു പരിഷ്കാരിയാണ്. എനിക്ക് എന്നെയാണിഷ്ടം. പത്രോസിൻ്റെ അഭിപ്രായം കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു. ചിരിക്കാനൊന്നുമില്ല. ഞാൻ ഉദ്ദേശിച്ചതിതാണ്. ആത്മാർത്ഥതയുള്ള ഒരു ഗലീലിയക്കാരനെയാണ്. പരിഷ്കാരമൊന്നുമില്ലാത്തൊരു മീൻപിടുത്തക്കാരനെയാണ്. ആളുകളെ കളിപ്പിക്കാതെ മുക്കുവിനെയാണ് എനിക്ക് കൂടുതലിഷ്ടം. പട്ടണത്തിൽ ഇത്തരക്കാരാണോ? എനിക്കറിയില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഗുരുവിനറിയാം. എനിക്കറിയാം. പക്ഷെ നീ ആരെയും വിധിക്കരുത്. ഈ ലോകത്തിൽ എല്ലാ തരത്തിലുമുള്ള ആളുകളുമുണ്ട്. അവരെയെല്ലാം ആവശ്യമുണ്ട്. നല്ലവരും തെമ്മാടികളുമുണ്ട്. തോട്ടത്തിലെ പൂക്കളെ പോലെ ഹെംലക്ക് പോലുള്ള വിഷപുഷ്പങ്ങളുണ്ട്. ആരോഗ്യം നൽകുന്ന മാലോയുമുണ്ട്. ഞാനൊന്ന് ചോദിച്ചോട്ടെ? എന്താണ് ആൻഡ്രൂ? അങ്ങ് കാനായിൽ പ്രവർത്തിച്ച അത്ഭുതത്തെപ്പറ്റി ജോൺ പറഞ്ഞു. കഫർനാമിൽ ഒരു അത്ഭുതം പ്രവർത്തിച്ചു കാണാൻ ഞങ്ങൾ ഏറെ ആഗ്രഹിച്ചു. പക്ഷേ നിയമം പൂർത്തീകരിക്കുന്നതുവരെ അത്ഭുതമൊന്നും ചെയ്യില്ല എന്നാണ് അങ്ങ് പറഞ്ഞത്. പിന്നെ കാനായിക്ക് എന്താണ് പ്രത്യേകത? ഇവിടെ അത്ഭുതം ചെയ്തു, എന്നാൽ അത് സ്വന്തം നാട്ടിൽ ചെയ്തില്ല. നിയമമനുസരിക്കുമ്പോൾ നാം ദൈവവുമായി ഐക്യപ്പെടുന്നു. അത് നമ്മുടെ കഴിവുകളെ വർദ്ധിപ്പിക്കുന്നു. ദൈവവുമായി ഐക്യം പ്രാപിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹപൂർണമായ സാന്നിധ്യം ഇവിടുണ്ട് എന്നതിൻ്റെ തെളിവാണ് അത്ഭുതം. അതുകൊണ്ടാണ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഇസ്രായേൽക്കാരൻ എന്ന നിലയ്ക്ക് എനിക്കുള്ള കടമ നിറവേറ്റാൻ ഞാൻ ആഗ്രഹിച്ചത്. നിയമം നിറവേറ്റാൻ അങ്ങേക്ക് ബാധ്യതയില്ലല്ലോ. അതെന്താ? ദൈവപുത്രൻ എന്ന നിലയ്ക്ക് എനിക്ക് ബാധ്യതകളില്ല. മോശയുടെ നിയമം അനുസരിക്കേണ്ട യഹൂദന്മാരിൽ ഒരാളെന്ന നിലക്ക് നിയമം എനിക്ക് ബാധകമാണ്. എന്നെ ഒരു യഹൂദനായി മാത്രമേ ഇപ്പോൾ ഇസ്രായേൽക്കാർ അറിയുന്നുള്ളൂ. പിൽക്കാലത്തും ഇസ്രായേലിലുള്ള എല്ലാവരും തന്നെ എന്നെ അങ്ങനെയേ അറിയൂ. ഒരുപക്ഷെ അത്രയ്ക്കുള്ള അറിവ് പോലും ഉണ്ടായില്ലെന്നും വരാം. ഇസ്രായേൽ ജനത്തിന് ഉതപ്പ് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ മോശയുടെ നിയമം അനുസരിക്കുന്നു. അങ്ങ് പരിശുദ്ധനാണ്. പരിശുദ്ധി അനുസരണക്ക് തടസ്സമാകേണ്ടതില്ല. അനുസരണ പൂർണ്ണമാകുന്നത് പരിശുദ്ധിയാണ്. മറ്റെന്തിനുമുപരി ഞാനൊരു നല്ല മാതൃക കാണിക്കേണ്ടതുണ്ട്. നല്ല മാതൃക കാണിക്കാത്ത ഒരു പിതാവിനെപ്പറ്റി, ഒരു മൂത്ത സഹോദരനെപ്പറ്റി, ഒരു അധ്യാപകനെയോ പുരോഹിതനെയോ പറ്റി നിങ്ങൾ എന്തു വിചാരിക്കും? കാനായെപ്പറ്റി പറഞ്ഞില്ലല്ലോ. കാനായിൽ അത്ഭുതം പ്രവർത്തിച്ചത് എൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കാനാണ്. അമ്മയ്ക്ക് അർഹതപ്പെട്ട മുൻകൂർ തുകയാണ് കാന. ദൈവകൃപയിൽ മുൻകൂർ പറ്റിയവളാണ് അമ്മ. ഇവിടെ ജെറുസലേമിൽ ഞാൻ വിശുദ്ധ നഗരത്തെ ബഹുമാനിക്കണം. അതുകൊണ്ട് മിശിഹ എന്ന നിലക്ക് എനിക്കുള്ള ശക്തി പരസ്യമായി പ്രയോഗിക്കുന്നത് ആദ്യം ഈ നഗരത്തിലാകട്ടെ എന്നു കരുതി. കൃപാവരത്താൽ പൂരിതമായ ദൈവത്തിൻ്റെ അമ്മയെ ഞാൻ ബഹുമാനിച്ചു. അവളിൽ കൂടിയാണ് ലോകത്തിന് എന്നെ ലഭിച്ചത്. ലോകത്തിലെ എൻ്റെ ആദ്യത്തെ അത്ഭുതം അവൾക്ക് വേണ്ടി ചെയ്യുക എന്നതും ന്യായവും ഉചിതവുമാണ്. ആരോ കതകിൽ മുട്ടുന്നു. അത് തോമസ് ആണ്. അയാൾ തിരിച്ചു വന്നിരിക്കുന്നു. തോമസ് മുറിയിൽ പ്രവേശിച്ചു. ഈശോയുടെ കാൽക്കൽ വീണു പറഞ്ഞു, ഗുരു, അങ്ങ് തിരിച്ചു വരുന്നതുവരെ കാത്തിരിക്കാൻ എനിക്ക് കഴിവില്ല. അങ്ങയുടെ കൂടെ വരാൻ എന്നെ അനുവദിക്കൂ. ധാരാളം കുറ്റവും കുറവുമുള്ളവനാണ് ഞാൻ. പക്ഷേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. സ്നേഹമാണ് എൻ്റെ ഏകനിധി. അത് അങ്ങയുടേതാണ്, അങ്ങേക്ക് വേണ്ടിയുള്ളതാണ്. ഗുരു, അങ്ങയുടെ കൂടെ വരാൻ എന്നെ അനുവദിക്കൂ. ഈശോ തോമസിൻ്റെ ശിരസിൽ കൈവച്ചു. ദിദിമൂസേ, നീ മടങ്ങിപ്പോകേണ്ട, എൻ്റെ കൂടെ പോരൂ. ആത്മാർത്ഥതയും സ്ഥിരനിശ്ചയമുള്ളവർ ഭാഗ്യവാന്മാർ. അനുഗ്രഹീതർ. നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാണ്. നിങ്ങൾ എൻ്റെ മക്കളും സഹോദരന്മാരുമാണ്.
മരണമടയുന്ന മാംസത്തിൻ്റെയും രക്തത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ല, ദൈവഹിതത്തിൻ്റെയും നിങ്ങളുടെ അഭിലാഷങ്ങളുടെയും അടിസ്ഥാനത്തിൽ. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനേക്കാൾ വേണ്ടപ്പെട്ട ഉറ്റവരാരും എനിക്കില്ല. നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നു, നിങ്ങൾ നന്മ ആഗ്രഹിക്കുന്നു. ദർശനം ഇവിടെ അവസാനിക്കുന്നു. മണി 4 ഞാൻ ഉറക്കം തൂങ്ങിത്തുടങ്ങി. ശക്തമായ ശൂന്യതാബോധം എന്നെ ബാധിച്ചു തുടങ്ങി. ഇന്നലത്തെ 1 മണിക്കൂർ നീണ്ടുനിന്ന വേദനയുടെ അനന്തരഫലം മാത്രമാണിത്. ഒക്ടോബർ 24-ാം തീയതിയും എനിക്ക് തീരെ സുഖമില്ലായിരുന്നു. അന്നത്തെ ദർശനത്തെപ്പറ്റി ഞാൻ എഴുതിയപ്പോൾ എനിക്ക് വല്ലാത്ത തലവേദന അനുഭവപ്പെട്ടു. മിനിൻജൈറ്റിസ് കൊണ്ടുള്ള തലവേദന പോലെ. ദർശനം അവസാനിച്ചപ്പോൾ ഒരു കാര്യം എഴുതി ചേർക്കാൻ എനിക്ക് ശക്തിയില്ലാതെയായി. അതായത് ആ ദർശനത്തിൽ ഈശോ ധരിച്ചിരുന്ന വേഷം എനിക്ക് മാത്രമായുള്ള ദർശനങ്ങളിൽ ധരിച്ചിരുന്നത് തന്നെയാണ്. വെളുത്ത ഒരു കമ്പിളി ഉടുപ്പ്, അതേ നിറത്തിലുള്ള ഒരു മേലങ്കി. ജെറുസലേമിൽ മിശിഹ ആദ്യം വെളിപ്പെടുത്തിയപ്പോൾ ഈ വേഷമാണ് ധരിച്ചിരുന്നത്.